ബാങ്ക് ജീവനക്കാരുടെ ജാഗ്രതയിൽ പത്തനംതിട്ടയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് ശ്രമം പരാജയപ്പെടുത്തി. ഫെഡറൽ ബാങ്ക് കിടങ്ങന്നൂർ ബാങ്കിലെ ജീവനക്കാരാണ് വിഷയത്തിൽ വളരെ സമർത്ഥമായി ഇടപെട്ടത്. വയോധികനെ കബളിപ്പിച്ച് 45 ലക്ഷം രൂപ തട്ടാനായിരുന്നു ഈ സംഘത്തിന്റെ നീക്കം. വയോധികന്റെ പേരിൽ ബാങ്ക് ശാഖയിൽ ഉണ്ടായിരുന്നത് 7 സ്ഥിര നിക്ഷേപങ്ങളിലായി 45 ലക്ഷം രൂപ. പണം പിൻവലിക്കാൻ താൽപ്പര്യമറിയിച്ച് തിങ്കളാഴ്ച രാവിലെയാണ് അക്കൗണ്ട് ഉടമ ബാങ്കിനെ സമീപിക്കുന്നത്. ഉയർന്ന തുക വേഗത്തിൽ പിൻവലിക്കുന്നതിലുള്ള അസ്വാഭാവികത തുടക്കത്തിലെ ജീവനക്കാരിൽ ഉടലെടുത്തു. മകന്റെ അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ് ലക്ഷ്യമെന്നാണ് അക്കൗണ്ട് ഉടമ ജീവനക്കാരെ അറിയിച്ചത്. എന്നാൽ നൽകിയ അക്കൗണ്ട് മുംബൈയിലെ ഒരു സ്വകാര്യ കമ്പനിയുടേതും. തട്ടിപ്പുറപ്പിക്കുന്നതായിരുന്നു അക്കൗണ്ട് വിവരങ്ങൾ. തുടർന്ന് വയോധികനിൽ നിന്നും വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. പിന്നീട് ഒറ്റയടിക്ക് ഉയർന്ന തുക പിൻവലിക്കാനാകില്ല എന്ന കളവ് പറഞ്ഞ് വയോധികനെ മടക്കി അയച്ചു. ശേഷം ജീവനക്കാരിൽ ചിലർ ഇയാളുടെ വീട്ടിലെത്തി. ഉയർന്നു വന്ന സംശയങ്ങൾ ഭാര്യയെ ധരിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ഇരുവരും ബാങ്ക് ശാഖയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചാണ് ജീവനക്കാർ മടങ്ങിയത്. ചൊവ്വാഴ്ച എത്തിയ ദമ്പതികളോട് തട്ടിപ്പ് ശ്രമം അധികൃതർ വിശദീകരിച്ചു. കേസിൽ അകപ്പെട്ട മകനെ രക്ഷപ്പെടുത്തുന്നതിനായി അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും കൈമാറണമെന്ന് സംഘാംഗങ്ങൾ ആവശ്യപ്പെട്ടതായാണ് വയോധികൻ പിന്നീട് വെളിപ്പെടുത്തിയത്. പോയ വാരം 69-കാരി 25 ലക്ഷം രൂപ തട്ടിപ്പ് സംഘാംഗങ്ങൾക്ക് കൈമാറാൻ നടത്തിയ നീക്കവും തിരുവല്ലയിൽ ബാങ്ക് ജീവനക്കാർ പരാജയപ്പെടുത്തിയിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ ജീവനക്കാരാണ് അന്ന് ജാഗ്രതയോടെ പ്രവർത്തിച്ചത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.